തിരുവനന്തപുരത്ത് ഹോട്ടലുകളിൽ പരിശോധന നടത്താൻ വിമുഖത കാണിച്ച ആരോഗ്യവകുപ്പ്. ഹോട്ടൽ ഉടമകളും ഉദ്യോഗസ്ഥരും തമ്മിലുള്ള ഒത്താശയാണ് ഇതിന് പിന്നിലെന്നാണ് നാട്ടുകാരുടെ ആരോപണം. കോർപ്പറേഷൻ ഇടപെടുമ്പോഴും ഉദ്യോഗസ്ഥരുടെ അലംഭാവം പരിശോധനയ്ക്ക് വിലങ്ങുതടിയാകുകയാണ്. കൃഷ്ണരാജ്, കഴിഞ്ഞ ദിവസമാണ് വിഴിഞ്ഞത്ത്, തലസ്ഥാനത്തെ വിഴിഞ്ഞത്ത് 2 പേരുടെ ജീവനെടുത്ത ഭക്ഷണം ഉണ്ടാക്കി വിളമ്പിയത്. എന്ത് സംഭവം നടന്നാലും 1, 2, 3 ദിവസം അതിന് പിന്നാലെ പോകും. ഞങ്ങൾ വളരെ ആക്റ്റീവാണെന്ന് കാണിക്കാൻ ശ്രമിക്കും. ഈ മോശം ഭക്ഷണം മാത്രമല്ല ഇവിടുത്തെ പ്രശ്നം, തോന്നുംപടി വിലയാണ്. മനുഷ്യന് താങ്ങാൻ പറ്റാത്ത വിലയാണ്. ഓരോ കടയിൽ ഓരോന്നിനും ഓരോ വിലയാണ്. അപ്പോൾ നിങ്ങൾ ഭക്ഷണത്തിൻ്റെ ക്വാളിറ്റി പരിശോധിക്കണം. ആ ക്വാളിറ്റിക്ക് യോഗ്യമായ പ്രൈസാണോ എന്ന് തീരുമാനിക്കണം. അപ്പോൾ എന്തുകൊണ്ട് ഇവർ ഇങ്ങനെ തുടരുന്നു? അല്ല, ഏറ്റവും വലിയ കാര്യം, ഇന്നലെ 2 മരണം ഉണ്ടായിട്ട് പോലും ഈ തിരുവനന്തപുരത്തെ ഹോട്ടലുകളിൽ പരിശോധന കർശനമാക്കണം. അങ്ങനൊരു നീക്കം വേണമല്ലോ. അതുപോലും നടത്താൻ ഇവിടുത്തെ ആരോഗ്യവകുപ്പ് അനുവദിക്കുന്നില്ല. അപ്പോൾ വിമുഖത കാണിക്കുകയാണ് ആരോഗ്യവകുപ്പ്. എന്തിനാണ്, ആരെ സംരക്ഷിക്കാനാണ്? എന്തെങ്കിലും പ്രശ്നം വന്നാലും ഉദ്യോഗസ്ഥരുടെ പിഴവാണെന്ന് മന്ത്രിക്ക് പറയാം. കാരണം എല്ലാ കാര്യങ്ങൾക്കും അങ്ങനെയാണല്ലോ. ഞങ്ങൾ അറിഞ്ഞിട്ടില്ല, ഉദ്യോഗസ്ഥരുടെ പിഴവാണ്. നോക്കൂ, നിങ്ങൾ നിലയ്ക്ക് നിർത്തേണ്ടവരാണ് ഉദ്യോഗസ്ഥർ. അല്ലെങ്കിൽ നിങ്ങളുടെ ഭരണ മികവാണ് ഉദ്യോഗസ്ഥരുടെ നിലപാടുകളിൽ പ്രതിഫലിക്കുക. ഉദ്യോഗസ്ഥർ പണിയെടുക്കണമെങ്കിൽ ആദ്യം ആരോഗ്യ സംവിധാനത്തെ, ആരോഗ്യ വകുപ്പ് ഭരിക്കുന്ന മന്ത്രിയെ, സർക്കാരിനെയൊക്കെ ഭയം വേണം. ഒന്നും ചെയ്യില്ല, ഇവിടെ ഇങ്ങനെയൊക്കെ മതിയെന്ന് തീരുമാനിച്ചാൽ അതേ സംഭവിക്കും. ശിവദാസ് ചെയ്യുന്നുണ്ട്. ശിവദാസ്, കഴിഞ്ഞ ദിവസമാണ് 2 പേരുടെ ജീവൻ എടുത്ത ഹോട്ടൽ അവിടെ പ്രവർത്തിച്ചത്. എന്തായാലും ഇത്ര വലിയൊരു സംഭവം നടന്നിട്ടും എന്തുകൊണ്ടാണ് ആരോഗ്യവകുപ്പ് ഇത്തരം ഒരു അന്വേഷണത്തിലേക്ക് കടക്കാൻ വിമുഖത കാണിക്കുന്നത്? ആരെ സംരക്ഷിക്കാനാണ് നീക്കം? ഒപ്പം എന്താണ് നാട്ടുകാരുടെ ആരോപണം? തീർച്ചയായും കൃഷ്ണരാജ്, അശ്വതി, ആരോഗ്യവകുപ്പിൻ്റെ ഭാഗത്തു നിന്ന് വലിയ വീഴ്ച തന്നെയാണ് ഇത്തരം കാര്യങ്ങളിൽ സംഭവിക്കുന്നത്. കഴിഞ്ഞ കുറേ കാലങ്ങളായി നടക്കുന്ന ഒരു സംഭവമാണ്. അതായത് ഹോട്ടലുകളിൽ ഒരിടത്തും കാര്യമായ രീതിയിലുള്ള ഒരു പരിശോധനകളൊന്നും തന്നെ ഇല്ല. നഗരത്തിൽ മിക്ക ഇടങ്ങളിലും, അതോടൊപ്പം തന്നെ നഗരത്തിന് പുറത്തുമെല്ലാം തന്നെ ഇത്തരത്തിൽ വ്യാപകമായി തന്നെ ഹോട്ടലുകൾ ഉണ്ട്. ചെറിയ രീതിയിലുള്ള തട്ടുകടകൾ അടക്കം, അതോടൊപ്പം തന്നെ വലിയ ഹോട്ടലുകൾ അടക്കമുള്ളവ ഉണ്ട്. പലപ്പോഴും തിരുവനന്തപുരത്ത് പല ജില്ലകളിൽ നിന്നും വന്ന് താമസിക്കുന്ന, ജോലി ചെയ്യുന്ന ആളുകൾ ഒക്കെ ഉണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള ആളുകളെല്ലാം തന്നെ ആശ്രയിക്കുന്നത് ഇത്തരം ഹോട്ടലുകളെയും തട്ടുകടകളെയും ഒക്കെയാണ്. അവരുടെ ആരോഗ്യ പരിരക്ഷ അത് ഉറപ്പാക്കേണ്ടത് അധികൃതരുടെ ഒരു ചുമതല തന്നെയാണ്, ബാധ്യത തന്നെയാണ്. പക്ഷേ അത് ഉണ്ടാവുന്നില്ല. കഴിഞ്ഞ കുറേ കാലങ്ങളായി ഇത്തരത്തിൽ ഹോട്ടലുകളിൽ ആ രീതിയിലുള്ള ഒരു പരിശോധനകളും നടക്കുന്നില്ല എന്നാണ് നാട്ടുകാർ ആരോപിക്കുന്നത്. നമുക്കറിയാം, ഇന്നലെ വിഴിഞ്ഞത്ത് ഒരു ഹോട്ടലിൽ നിന്നും ഭക്ഷണം കഴിച്ച് 2 പേർ മരിച്ചിരുന്നു. അതിനുശേഷവും കാര്യമായ രീതിയിലുള്ള ഒരു ഇടപെടലോ ഒന്നും തന്നെ ഉണ്ടാകുന്നില്ല. ഇക്കാര്യത്തിൽ കർശനമായൊരു നടപടി എടുക്കാനുള്ള നീക്കത്തിലാണ് തിരുവനന്തപുരം നഗരസഭ. അത്തരത്തിലുള്ളൊരു നിർദ്ദേശം തന്നെ നൽകിയിട്ടുണ്ട്. കൃത്യമായി തന്നെ പരിശോധന നടത്തണം. അങ്ങനെ പരിശോധന നടത്താത്ത ഉദ്യോഗസ്ഥർക്കെതിരെ കടുത്ത നടപടി സ്വീകരിക്കും എന്ന് നഗരസഭ പറഞ്ഞിട്ടുണ്ട്. നമുക്കറിയാം, മുൻകാലങ്ങളിലൊക്കെ നഗരസഭ ഭരിച്ചിരുന്നതും അതോടൊപ്പം തന്നെ സംസ്ഥാന ആരോഗ്യ വകുപ്പ് ഭരിച്ചിരുന്നതും ഒക്കെ തന്നെ ഇടത് വലത് സർക്കാരുകളായിരുന്നു. മാറി മാറി അവരുടെ ഭരണം ഉണ്ടായിരുന്നു. പക്ഷേ ആ സമയങ്ങളിലൊന്നും തന്നെ ആരോഗ്യ വകുപ്പ് വളരെ മോശമായിരുന്നു, അല്ലെങ്കിൽ കൃത്യമായൊരു പരിശോധന നടത്തിയിരുന്നില്ല. ഉദ്യോഗസ്ഥരുടെയും അതോടൊപ്പം തന്നെ ഹോട്ടൽ ഉടമകളുടെയും തമ്മിലുള്ള അഡ്ജസ്റ്റ്മെൻ്റാണ്, അവർ തമ്മിലുള്ള ഒത്താശയാണ് ഇതിന് പിന്നിൽ എന്നാണ് നാട്ടുകാർ പറയുന്നത്. ഇത് സാധാരണ ഈ ഹോട്ടലുകളെ ആശ്രയിച്ച് ഭക്ഷണം കഴിക്കുന്നവരുടെ ആരോഗ്യത്തിന് വലിയ പ്രശ്നം ഉണ്ടാക്കും. ഇപ്പോൾ 2 അടക്കം നടന്നിട്ടുണ്ട്. അതിൻ്റെ കൃത്യമായ ഇത് ഭക്ഷ്യവിഷബാധ ആണോ എന്നുള്ളത് കൃത്യമായ സ്ഥിരീകരണം വരണമെങ്കിൽ അതിൻ്റെ പരിശോധനാ ഫലം ഇന്ന് വരും. അതിനുശേഷം മാത്രമേ ഇത് ഭക്ഷ്യവിഷബാധയാണോ എന്നുള്ളത് സ്ഥിരീകരിക്കാൻ കഴിയൂ. എന്തായാലും സ്വീകരിക്കേണ്ടേ? ആരോഗ്യവകുപ്പ് എന്തുകൊണ്ടാണ് നടപടിയെടുക്കാൻ വിമുഖത കാണിക്കുന്നത്? എന്തുകൊണ്ടാണ് ഒരു പരിശോധന നടത്താത്തത്? അതൊക്കെ സുപ്രധാന ചോദ്യങ്ങളായി അവിടെ നിലനിൽക്കുകയാണ്. ശിവദാസ് സൂചിപ്പിച്ചതുപോലെ ആരെ സംരക്ഷിക്കാനാണ്? ഒത്തുകളിയാണോ എന്നതൊക്കെ ഒരു ചോദ്യമായി തന്നെ തുടരുകയാണ്.